അപ്പം ആദ്യം തന്നെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ തന്നെ കിച്ച് കിച്ച് ഉണ്ട്. അപ്പം കിച്ച് കിച്ച് ഉണ്ടെങ്കിലും പുതിയ വീഡിയോ ഇടുന്നതിന് കുഴപ്പമൊന്നുമില്ല എന്ന് തോന്നുന്നു. പറയുന്നത് ഇന്നത്തെ കളക്ഷൻ നമുക്കൊന്ന് നോക്കാം. ഓടയം നോക്കിക്കഴിഞ്ഞാൽ ആലപ്പുഴ ജിംഖാന തൻ്റെ ജൈത്രയത്തെ തുടരുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഈ കളക്ഷൻ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇന്നലെ മാത്രമായിട്ട് 78,270 ടിക്കറ്റ് ആലപ്പുഴ ജിംഖാനയുടേതായി വിട്ടുപോയതായി കാണുന്നു. അപ്പം മികച്ച കളക്ഷൻ തന്നെയായിരിക്കും ആലപ്പുഴ ജിംഖാന നേടിയത്. മലയാളത്തിലെ ഒരു മികച്ച ഹിറ്റിലേക്ക് നീങ്ങുന്ന ഒരു ചിത്രമായിട്ട് ആലപ്പുഴ ജിംഖാന എന്ന് പറയുന്ന ഒരു കൊച്ചു ചിത്രം, പക്ഷെ ഒരു വലിയ ചിത്രം മാറുന്നുണ്ട് എന്നാണ് നമുക്കറിയാൻ പറ്റുന്നത്. അപ്പം ജിംഖാനയുടെ ഇന്നലത്തെ കളക്ഷൻ സൂചിപ്പിക്കുന്നത് 2,31,00,000 രൂപയാണ്. പക്ഷേ ട്രാക്കിംഗ് റിപ്പോർട്ടൊക്കെ നമുക്ക് നോക്കുമ്പം അതിൽ കൂടുതൽ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇപ്പം നൈറ്റ് ഷോയുടെയൊക്കെ കൃത്യമായിട്ടുള്ള കണക്കുകൾ ഇതിനകത്ത് വന്ന് കാണത്തില്ല. എന്നാലും 2,31,00,000 നമുക്ക് കണക്കാക്കാം. അപ്പോൾ ഇന്നലെ ഈ ചിത്രം നേടിയത് 2,90,00,000 രൂപയായിരുന്നു. അങ്ങനെ ടോട്ടൽ 21,21,00,000 രൂപയാണ് നമ്മുടെ കണക്ക് പ്രകാരം സൂചിപ്പിക്കുന്നത്. പക്ഷേ 22 കോടി എത്തി എന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. അതുകൊണ്ട് വേൾഡ് വൈഡായിട്ട് ഈ ചിത്രം 40 കോടി കടക്കുന്നു എന്നുള്ള വാർത്തയും വരുന്നുണ്ട്. അപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ നഫ്ലിൻ എന്ന് പറയുന്ന യുവതാരത്തിൻ്റെ ചിത്രം മികച്ച പ്രതികരണം നേടിയാണ് മുന്നേറുന്നത്. അപ്പോൾ അതാരും അസൂയപ്പെട്ടിട്ടും കുശുമ്പ് വിചാരിച്ചിട്ടും കാര്യമില്ല. ആലപ്പുഴ ജിംഖാന എന്ന് പറയുന്ന ചിത്രം നഫ്ലിൻ്റെ കരിയറിലെ രണ്ടാമത്തെ 100 കോടി ക്ലബിലേക്ക് കയറുമോ ഇല്ലയോ എന്നുള്ളത് മാത്രമാണ് ഇനി നമ്മൾ നോക്കിക്കാണ്ടത്. പുതിയ ചിത്രങ്ങൾ വന്നു കഴിയുമ്പോൾ പഴയ ചിത്രങ്ങൾ അപ്രസക്തമായി പോകുന്ന കാര്യമാണ് നമ്മൾ കാണുന്നത്. അത് എത്ര നാൾ നീണ്ടു നിൽക്കും എന്നുള്ളത് അറിയില്ല. മേജർ ചിത്രമായിട്ട് മലയാളത്തിൽ ഇനിയും വരാനുള്ളത് ലാലേട്ടൻ്റെ തന്നെ തുടരും എന്ന് പറയുന്ന ചിത്രമാണ്. തുടരും വന്നു കഴിയുമ്പോൾ ഏതായാലും സ്വാഭാവികമായിട്ട് ആലപ്പുഴ ജിംഖാനയ്ക്ക് അത് ദോഷമായി ബാധിക്കും. എന്നാലും അതിനു മുമ്പ് തന്നെ പരമാവധി കളക്ട് ചെയ്യുക എന്നുള്ള തന്ത്രം തന്നെയാണ് എല്ലാ സിനിമ നിർമ്മാണ കമ്പനികളും നടത്തുന്നത്. അതുതന്നെ ആലപ്പുഴ ജിംഖാനയ്ക്ക് മുതൽക്കൂട്ടായി മാറട്ടെ എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. അടുത്ത ചിത്രം മരണമാഫ് എന്ന് പറയുന്ന ചിത്രം ഞാൻ അത്ഭുതത്തോടെ നോക്കി കാണുന്ന ഒരു ചിത്രമാണ്. കാരണം ടൈറ്റ് ഫൈറ്റിനിടയിലും മരണമാഫ് തൻ്റെ ഒരു സ്പേസ് അവിടെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. കാരണം ഇന്നലെയും ഈ ചിത്രം 1 കോടിക്ക് മുകളിലുള്ള കളക്ഷൻ നേടാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 10,45,00,000 രൂപയാണ് ഇത് കളക്ട് ചെയ്തിരിക്കുന്നത്. വേൾഡ് വൈഡായിട്ട് ഇത് 12 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള വാർത്തയും വരുന്നു. ടിക്കറ്റ് വിൽപ്പനയും സാധാരണ മികച്ച രീതിയിൽ തന്നെ നടന്നിട്ടുണ്ട്. 19,850 ടിക്കറ്റ് മരണമാഫിൻ്റേതായി വിറ്റുപോയിട്ടുണ്ട്. അങ്ങനെ ബേസിൽ ജോസഫ് എന്ന് പറയുന്ന മിനിമം ഗ്യാരണ്ടിയുള്ള ഒരു നടൻ്റെ ചിത്രം അതും ഒരു വിജയത്തിലേക്ക് മാറുന്നു എന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റും. അടുത്ത ചിത്രം എന്ന് പറയുന്നത് നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടി അവതരിപ്പിച്ച ബഫുക്ക എന്ന് പറയുന്ന ചിത്രമാണ്. ബഫുക്കയെ സംബന്ധിച്ച് ഞാൻ എപ്പോഴും പറയുന്നത് ഒരു നിരാശാജനകമായ പ്രകടനം തന്നെയാണ് കാഴ്ചവെക്കുന്നത് എന്ന് തന്നെ. അതുതന്നെയാണ് എനിക്ക് ഇന്നും പറയാനുള്ളത്. നമുക്ക് കളക്ഷൻ നോക്കിയാൽ പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇന്നലെ ഇതിൻ്റെ ടിക്കറ്റ് വിൽപ്പന എന്ന് പറഞ്ഞാൽ കേവലം 7,860 ടിക്കറ്റ് ബുക്ക് മൈ ഷോയിലൂടെ വിറ്റുപോയിട്ടുള്ളൂ. അത് രേഖാമൂലമുള്ള കണക്കുകൾ തന്നെയുണ്ട്. 7,860 ടിക്കറ്റ് ഇന്നലെ കളക്ട് ചെയ്ത് എന്ന് പറയുന്ന 50 ലക്ഷത്തിന് താഴെ ഇത് കളക്ട് ചെയ്തു എന്ന് പറയുന്നു. അതുപോലെ 45 ലക്ഷം രൂപയാണ് ഇന്നലെ ചിത്രം കളക്ട് ചെയ്തത്. 41.56 ഇടിവ് നേരിട്ടു തലേ ദിവസമായിട്ട്. കാരണം 77 ലക്ഷം രൂപയായിരുന്നു ഇതിന് തലേന്നുള്ളത്. അത് 45 ലക്ഷമായിട്ട് കുറയുന്നു. അത് പടിപടിയായിട്ട് ബഫുക്ക എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ കളക്ഷൻ കുറഞ്ഞു വരുന്നതായിട്ടാണ് നമുക്ക് ഇതിനകത്ത് കാണുന്നത്. അപ്പം വേൾഡ് വൈഡായിട്ട് ഈ ചിത്രം 21.5 കോടി നേടി എന്നും വാർത്ത വരുന്നുണ്ട്. കേരളത്തിൽ നിന്ന് ഇന്ത്യയിൽ നിന്നൊട്ടാകെയായിട്ട് 11,65,00,000 രൂപയാണ് ഇത് കളക്ട് ചെയ്തിരിക്കുന്നത്. ഷെയർ നിർമ്മാതാക്കളുടെ ഷെയർ 5 കോടിക്ക് മുകളിലേക്ക് മാറിയിട്ടുണ്ട് എന്നും വാർത്ത വരുന്നു. അപ്പം മികച്ച ചിത്രമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരുടെയും സമാധാനത്തിന് നമുക്ക് വേണമെങ്കിൽ പറയാം മികച്ച ചിത്രം മികച്ച കളക്ഷൻ നേടിയെന്ന് പറഞ്ഞു. പക്ഷേ ഒരാഴ്ച പോലും പിന്നിട്ടില്ല. അതിലൊരു സൂപ്പർ സ്റ്റാറാണ്. അദ്ദേഹത്തിൻ്റെ ചിത്രം 50 ലക്ഷത്തിന് താഴെ മാറി എന്നുള്ളത് ഒരു നല്ല രീതിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇനി ഞാൻ അധികമൊന്നും പറയുന്നില്ല. ഗുഡ് ബാഡ് അഗ്ലി എന്ന് പറയുന്ന ചിത്രം, അജിത്തിൻ്റെ ചിത്രം. അജിത്തിൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച ഒരു ചിത്രമായിട്ട്
കളക്ഷൻ്റെ കാര്യത്തിൽ ഗുഡ് ബാഡ് അഗ്ലി എന്ന് പറയുന്ന ചിത്രം മാറുന്നുണ്ട്. അപ്പം ഇന്നലെ 5,13,00,000 രൂപയായിരുന്നു ഈ ചിത്രം നേടിയത്. അതിൽ 4,81,00,000 രൂപയും തമിഴ്നാട്ടിൽ നിന്നാണ് ഈ ചിത്രം നേടിയത്. തമിഴ് ഇതൊരു വൺ ഹിറ്റിലേക്കാണ് മാറുന്നത്. ഏകദേശം 100 കോടിക്ക് മുകളിൽ ഈ ചിത്രം തമിഴ്നാട്ടിൽ നിന്ന് മാത്രമായിട്ട് കളക്ട് ചെയ്തു എന്നുള്ള വാർത്തയും വരുന്നു. വേൾഡ് വൈഡായിട്ട് ഏകദേശം 200 കോടി എത്തിയില്ല, 185 കോടിക്ക് മുകളിലുള്ള തുകയാണ് ഇപ്പം വേൾഡ് വൈഡായിട്ട് ഇത് കളക്ട് ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിൽ നിന്നൊട്ടാകെ 113,45,00,000 രൂപയാണ് ഇത് കളക്ട് ചെയ്തിരിക്കുന്നത്. അതിൽ ഞാൻ പറഞ്ഞില്ലേ 100 കോടിക്ക് മുകളിലും തമിഴ്നാട്ടിൽ നിന്നാണ് ഈ ചിത്രം കളക്ട് ചെയ്തിരിക്കുന്നത്. ഏതായാലും ഈ ചിത്രത്തിനും വൻ ഇടിവ് കാണുന്നുണ്ട്. കാരണം ആലപ്പുഴ ജിംഖാനയേക്കാൾ കൂടിയ ടിക്കറ്റ് വിൽപ്പനയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നടന്നത്. ഏകദേശം 1,00,000-ന് മുകളിലുള്ള ടിക്കറ്റ് വിൽപ്പനയായിരുന്നു തുടർച്ചയായിട്ട് നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇന്നലെ തമിഴ്നാട്ടിൽ പോലും ഈ ചിത്രത്തിന് കളക്ഷൻ കുറഞ്ഞു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. കാരണം 67,210 ടിക്കറ്റ് മാത്രമേ ഇന്നലെ വിറ്റുപോയിട്ടുള്ളൂ. ആ സ്ഥാനത്ത് നമ്മുടെ ആലപ്പുഴ ജിംഖാന എന്ന് പറയുന്ന കൊച്ചി ചിത്രം വിറ്റത് 78,720 ടിക്കറ്റും വിറ്റുപോയിട്ടുണ്ട്. അപ്പം ഗുഡ് ബാഡ് അഗ്ലി എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ കളക്ഷൻ കുറഞ്ഞു വരുന്നുണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ തന്നെയല്ല എല്ലാ സിനിമയിലും കണ്ടുവരുന്ന ഒരു പ്രവണത എന്ന് പറഞ്ഞാൽ റിലീസ് ചെയ്ത് ഒരാഴ്ചയ്ക്കുള്ളിൽ അതിൻ്റെ വിധി നിർണ്ണയിക്കുന്ന ഒരു ഘടകമായിട്ട് മാറിയിട്ടുണ്ട്. പരമാവധി കളക്ഷൻ പരമാവധി തിയേറ്ററിൽ നിന്നും പരമാവധി ഷോയിൽ നിന്നും കളക്ട് ചെയ്യുക എന്നുള്ള തന്ത്രമാണ് ഇപ്പം നിർമ്മാതാക്കൾ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പുതിയ ചിത്രം വന്നു കഴിയുമ്പോൾ എല്ലാവരും കൂടെ അതിൻ്റെ പുറകെ പോകും. അതുവരെ കിട്ടുന്ന കളക്ഷനൊക്കെ ഉള്ളൂ എന്ന് തന്നെയാണ് തോന്നുന്നത്. അപ്പോൾ പരമാവധി കളക്ട് ചെയ്യുക എന്നുള്ള തന്ത്രം ഏകദേശം 200 കോടിക്ക് മുകളിൽ ഇത് ചെന്ന് നിൽക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇനിയും വരും ദിവസങ്ങളിൽ ഇത് മികച്ച പ്രകടനം നടത്തുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ കളക്ഷൻ നോക്കുമ്പോൾ ആഗ്രഹം വളരെ കുറവാണ്. കാരണം പടിപടിയായിട്ട് കളക്ഷൻ കുറഞ്ഞു വരുന്നുണ്ട്. ഇനി ഒരു ദിവസം അവധി ദിനങ്ങൾ വരുമ്പോൾ മേക്കപ്പ് ചെയ്യുകയും അത് മികച്ച കളക്ഷനിലേക്ക് പോവുകയൊക്കെ ചെയ്യാം. എന്നാലും 225 കോടിക്ക് ഉള്ളിൽ നിൽക്കുന്ന ഒരു കളക്ഷൻ തന്നെയാണ് ഈ ചിത്രത്തിൽ നിന്നും ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ ചിത്രങ്ങൾ ഏതൊക്കെ പൊസിഷൻ നിൽക്കുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. നമ്മുടെ നോട്ടത്തിൽ ഇന്നലത്തെ സൂപ്പർ ബമ്പർ എന്ന് പറയുന്നത് എന്നത്തെയും പോലെ ആലപ്പുഴ ജിംഖാന എന്ന ചിത്രമാണ്. ടിക്കറ്റ് വിൽപ്പനയും വലിയ കുറവ് വരുന്നില്ല, കളക്ഷനിലും വലിയ കുറവ് വരുന്നില്ല. ഒരു 100 കോടി ക്ലബിലേക്ക് കയറുന്ന ഒരു ചിത്രമായിട്ട് ആലപ്പുഴ ജിംഖാന എത്രയും പെട്ടെന്ന് മാറട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നുണ്ട്. അപ്പം ആലപ്പുഴ ജിംഖാന എന്ന് പറയുന്ന ചിത്രത്തിനോട് നമുക്ക് പ്രത്യേകിച്ച് മമതയൊന്നുമില്ല. പല നെസ്ലിൻ എന്ന് പറയുന്ന വ്യക്തിയുടെ രണ്ടാമത്തെ 100 കോടി ക്ലബ്ബ് ആണെന്നുള്ള പ്രത്യേകതയുണ്ട്. അത് 100 കോടി ക്ലബിലേക്ക് വന്നിട്ടില്ല, 40 കോടി ആയിട്ടുള്ളൂ. വൈകാതെ ഇത് കയറുമോ ഇല്ലയോ എന്നുള്ളൊരു സംശയമാണ്. കാരണം ഒരു മേജർ ചിത്രമായിട്ട് വരേണ്ടത് എന്ന് പറയുന്നത് ലാലേട്ടൻ്റെ തന്നെ തുടരും എന്ന് പറയുന്ന ചിത്രമാണ്. തുടരും എന്ന് പറയുന്ന ചിത്രം വരുമ്പോഴത്തേന് ആലപ്പുഴ ജിംഖാന ഉൾപ്പെടെയുള്ള എല്ലാ ചിത്രങ്ങളിലെയും തിയേറ്ററുകളുടെ എണ്ണം കുറയും എന്നുള്ളത് 100% ഉറപ്പാണ്. അത് എങ്ങനെ ചിത്രത്തെ ബാധിക്കും എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. അപ്പോൾ 25-ാം തീയതിക്കുള്ളിൽ പരമാവധി തുക സമാഹരിക്കുക എന്നുള്ള തന്ത്രം തന്നെ ആയിരിക്കാം ആലപ്പുഴ ജിംഖാനയും തുടരുന്നത്. അതുപോലെ തന്നെ ഇന്നലെ നമ്മളെ സന്തോഷിപ്പിക്കുന്ന ഒരു വീഡിയോ നമ്മൾ കാണാനിടയായി. നമ്മുടെ ആലപ്പുഴയിലെ ജിംഖാനയിലെ കുട്ടികൾ പ്രൊമോഷൻ്റെ ഭാഗമായ ഒരു തിയേറ്റർ സഞ്ചരിയും അവിടെ മരണമാഫ് എന്ന് പറയുന്ന ചിത്രത്തിന് വേണ്ടി കൈയടിക്കുന്ന ഇതും കണ്ടു. അത് മലയാള സിനിമയെ സംബന്ധിച്ച് വളരെ നല്ല കാര്യമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്ത് മികച്ച ചിത്രങ്ങളായി എല്ലാം മാറട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അപ്പം അത് എനിക്ക് തോന്നുന്നു മലയാളത്തിൽ മാത്രം കണ്ടുവരുന്നൊരു പ്രത്യേകതയാണ്. ഒരു പടത്തിൻ്റെ അണിയറ പ്രവർത്തകരെല്ലാവരും കൂടെ വന്ന് മറ്റൊരു ചിത്രത്തിന് വേണ്ടി കൈയടിക്കുക എന്നുള്ളത് വളരെ സന്തോഷം. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു ശുഭദിനം നേരുന്നു. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാനെത്താം. ഓക്കെ.